സാമുദായിക നേതാവെന്ന നിലയിലും വ്യക്തിസവിശേഷത കൊണ്ടും കേരളത്തിന്റെ സാമൂഹിക സാംസ്കാരിക മണ്ഡലങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന SNDP യോഗം ജനറൽ സെക്രട്ടറി ശ്രീ വെള്ളാപ്പള്ളി നടേശൻ അടുത്തതായി ആശംസകൾ അറിയിക്കുന്നു. പരിശുദ്ധ കാത്തോലിക്ക ബാവ തിരുവേനി സംപൂജ്യനായ ദാലൈലാമ അവരുടെ ബഹുമാന്യനായ ഡോക്ടർ വിജയ് അബ്ദുൽ കലാം, ബഹുമാന്യനായ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി, ബഹുമാന്യനായ കേന്ദ്രമന്ത്രി KV തോമസ് അവരുടെ, അഭിവന്ദ്യരായ തിരുമേനിമാരെ, വൈദിക ശ്രേഷ്ഠന്മാരെ, ബഹുമാന്യരായ സന്യാസിനിമാരെ, സഭാ സെക്രട്ടറിയും എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുമായ ഡോക്ടർ ജോർജ് ജോസഫ്, വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരെ, പ്രിയമുള്ളവരെ, ദൃശ്യപത്ര മാധ്യമ പ്രവർത്തകരെ, മലങ്കര സഭയുടെ 1960 വാർഷികവും മലങ്കരയിൽ കത്തോലിക്കേറ്റ് സ്ഥാപിച്ചതിൻ്റെ ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി നടന്ന ഒരു വർഷം നീണ്ടുനിന്ന പരിപാടികളുടെ സമാപന സമ്മേളനത്തിൽ ഞാൻ അക്ഷരാർത്ഥത്തിൽ ഏറെ ആവേശത്തോടും ഒപ്പം സന്തോഷത്തോടും കൂടി ആണ് നിങ്ങളെ അഭിമുഖീകരിക്കുന്നത്. കാരണം ഇത് ഒരു സംസ്കാരത്തിൻ്റെയും ദേശീയതയുടെയും കൂട്ടായ്മയാണ്. അതുതന്നെയാണ് എല്ലാ ഗുരുക്കന്മാരുടെയും പ്രവാചകന്മാരുടെയും സന്ദേശം. ഇതിൽ ഒരു കണ്ണിയാകുവാൻ അവസരം നൽകി ഞാൻ സംഘാടകരോട് ഹൃദയപൂർവ്വം നന്ദി പറഞ്ഞുകൊള്ളട്ടെ. ഭാരതത്തിൻ്റെ തദ്ദേശീയ സഭയായി ഭാരത സംസ്കാരം പുലർത്തുകയും ഹിന്ദുമതവുമായി തികഞ്ഞ മൈത്രി ബന്ധത്തിൽ തുടർന്നു പോരുകയും ചെയ്യുന്ന ഒരു രീതി മലങ്കര സഭയുടെ പോലെ ഒരുപക്ഷെ മറ്റു മതവിഭാഗങ്ങൾക്ക് ഇത്രയും അധികം ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. അനുഭൂതിയിൽ നിന്നും അറിവിലേക്കും, അറിവിൽ നിന്ന് വാക്കുകളിലേക്കും, വാക്കിൽ നിന്ന് വേദങ്ങളിലേക്കും സഞ്ചരിച്ച് പ്രപഞ്ച സത്യമായ മൃത്യുവിനെ പോലും എത്താൻ പറ്റാത്ത ഭാരതത്തിലെ ഋഷിപരമ്പരയുടെ സനാതന സന്ദേശമാണ് ലോക സമസ്ത സുഖിനോ ഭവന്തു. ലോകത്തെ ഹിന്ദുക്കൾക്ക് മാത്രം സുഖം മതി എന്നല്ല, ക്രിസ്ത്യാനികൾക്ക് സുഖം വേണ്ട എന്നല്ല, മുസ്ലിം വിഭാഗത്തെ സുഖത്തിൻ്റെ പട്ടികയിൽ നിന്ന് മാറ്റി നിർത്തിയിട്ടുമില്ല. സർവചരാചരങ്ങൾക്കും സുഖം വരണമെന്ന ഭാരത സംസ്കാരത്തിൻ്റെ യഥാർത്ഥ ദർശനം മനസ്സിലാക്കുവാൻ കഴിഞ്ഞിട്ടുള്ള മലങ്കര സഭയുടെ ഈ ജനാവലിയെ കാണുമ്പോൾ ഞാൻ നിങ്ങളോട് ഓർത്ത് അഭിമാനം കൊള്ളുകയാണ്. ഒട്ടനവധി പ്രതിസന്ധികളെയും പ്രയാസങ്ങളെയും പ്രതിബന്ധങ്ങളെയും തരണം ചെയ്ത് വിശ്വാസ സമൂഹത്തിൻ്റെ മനസ്സിൻ്റെ നീതിപീഠത്തിലും ഭാരതത്തിലെ പരമോന്നത നീതിപീഠത്തിലും സർവസ്വതന്ത്ര അധികാരം ഊട്ടിയുറപ്പിക്കുവാൻ കഴിഞ്ഞു എന്നുള്ളത് മലങ്കര സഭയുടെ സംബന്ധിച്ചിടത്തോളം സ്വർണ്ണ തളികയിൽ കൊണ്ടുവന്നതല്ല, തന്ന ആരെയും ഔദാര്യമായിരുന്നില്ല. മറിച്ച് തീഷ്ണമായ സമരങ്ങളുടെയും പതിറ്റാണ്ടുകൾ നീണ്ടുന്ന നിയമയുദ്ധത്തിൻ്റെയും ഫലമായി ലഭിച്ച അവകാശമായിരുന്നു. ഒരു സംഘടന എന്ന നിലയിൽ സമൂഹത്തിൽ പരിച്ഛേദമായി നിന്നുകൊണ്ട് സഹജീവിയുടെ ദുഃഖത്തിൽ പങ്കുചേർന്ന് അവരുടെ ജീവിതയാത്രയിൽ ശക്തി പകർന്ന് പരമകാരുണ്യനായ യേശുദേവൻ്റെ വചനങ്ങൾ പ്രാവർത്തികമാക്കുവാൻ മലങ്കര സഭ ഈ ശതാബ്ദി വർഷം നീക്കിവെക്കുമ്പോൾ ആത്മീയവും ഭൗതികവും ഒരുപോലെ പ്രാവർത്തികമാക്കുക എന്ന ഭഗവാൻ ശ്രീനാരായണ ഗുരുവിൻ്റെ സന്ദേശത്തിനും സാക്ഷാത്കാരം ലഭിക്കുകയാണ്. നീ ഏത് ജാതിയിൽപ്പെട്ടാലും മതത്തിൽപ്പെട്ടാലും വർണ്ണത്തിൽപ്പെട്ടതായാലും നീ നന്നാകണം, അതാണ് എൻ്റെ മതം. ഇതായിരുന്നു ഗുരുദേവൻ്റെ വിശ്വമാനവിക സന്ദേശം. ജനാധിപത്യത്തിന് കൂടുതൽ ഊന്നൽ നൽകി പ്രവർത്തിക്കുന്ന മലങ്കര സഭയാണ് വിദേശ മേൽക്കോന്മയില്ലാതെ ഭാരതത്തിനു വേണ്ടി നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പോരാടിയതാണ് നാം ഓർക്കണം. അസ്വസ്ഥജനകമായ ഇന്നത്തെ ഈ സാമൂഹ്യ സാഹചര്യത്തിൽ സ്നേഹത്തിലും സാഹോദര്യത്തിലും കാരുണ്യത്തിലും അധിഷ്ഠിതമായ ഒരു യുവപ്പിറവിക്കായി പ്രിയ സ്നേഹിതരെ നമുക്കൊന്നായി ഒന്നിച്ചൊറ്റക്കെട്ടായി പ്രാർത്ഥിക്കാം, പ്രവർത്തിക്കാം. മലങ്കര സഭയുടെ 106ാമത് വാർഷികത്തിലും ശതാബ്ദി ആഘോഷത്തിലും എല്ലാവിധ
ഭാവുകങ്ങളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. നന്ദി ശ്രീ വെള്ളാപ്പള്ളി നടേശൻ. വാക്കുകൾക്കും ആത്മാർത്ഥമായ ആശംസകൾക്കും നന്ദി.